ഇതൊരു ഫുട്ബോൾ കഥ മാത്രമല്ല, ഇതൊരു വിദ്യാർത്ഥിയുടെ യാത്രയാണ്. ഇതൊരു നേതൃത്വത്തിന്റെ വളർച്ചയാണ്. ക്ലാസ് മുറികളിൽ നിന്നും സമൂഹത്തിന്റെ നടുവിലൂടെ ഇന്ന് മൈതാനത്തേക്ക് നടക്കുന്ന ഒരു കൂട്ടം യുവതികളുടെ കഥ. സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം കാണിച്ച ഒരു യുവതലമുറയുടെ കഥ. ഇവർ ഫസ്റ്റ് എയ്ഡ് പരിശീലനം നേടിയവരാണ്. അതുപോലെ തന്നെ ഇവർ CPR സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇവർക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാം. അവരുടെ ലക്ഷ്യം വിജയം മാത്രമല്ല, എന്നാൽ അവരെല്ലാവരെയും സംരക്ഷിക്കുവാനും സഹായിക്കുവാനും തയ്യാറുമാണ്. ഇവർ ഗവേഷണം നടത്തുന്നു, സ്വന്തം ആശയങ്ങൾ അവതരിപ്പിക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന എൻറിച്ച്മെന്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നു. പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ഇവർ ജീവിതത്തിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു ജില്ലയോ ഒരു സ്കൂളിനെയോ മാത്രമല്ല, ഒരു ആത്മവിശ്വാസമുള്ള തലമുറയിൽ. ഇവർ വെറും കളിക്കാരല്ല, ഇവർ നമ്മുടെ വിദ്യാർത്ഥികളാണ്, നാളെയുടെ നേതാക്കളാണ്. അക്കാദമികവും കായികവുമായ ഒരു സമഗ്ര വളർച്ചയുടെ പ്രതീകമാണിവർ. ഇന്ന് അവർ ഒരു വലിയ വേദിയിലേക്ക് കടക്കുകയാണ്. ഇവർ ശക്തിയുടെ പ്രതീകമാണ്, ശാരീരികമായും മാനസികമായും. ഇവർ അനുസരണത്തിന്റെ പ്രതീകമാണ്, സംഘടന, സമർപ്പണം, പരിശീലനത്തിന്റെ സ്ഥിരത. ഇതാണ് കേരള വനിതാ പ്രീമിയർ ലീഗ്. കേരളത്തിലെ മികച്ച 11 ടീമുകൾ, മികച്ച മത്സരങ്ങൾ, മികച്ച ആത്മവിശ്വാസം. ചാലക്കുടി സിറ്റി ഫുട്ബോൾ ക്ലബിലെ നമ്മുടെ പെൺകുട്ടികൾ റെഡിയാണ്. ആരും കാണാത്തപ്പോൾ അവർ പരിശീലിച്ചു. പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവർ പഠനം നിർത്തിയില്ല. അക്കാദമികവും കായികവുമായ ജീവിതം അവർ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നവർ സ്വന്തം സ്വപ്നങ്ങളെക്കാൾ വലിയ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു, ഒരു മാതൃകയെ, ഒരു പ്രസ്ഥാനത്തെ. നാളെ ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോകും. നാളെ നാം അവരോടൊപ്പം നിൽക്കും, നമ്മുടെ വിദ്യാർത്ഥികളോടും, നമ്മുടെ അധ്യാപകരോടും, നമ്മുടെ രക്ഷിതാക്കളോടും, നമ്മുടെ സമൂഹത്തോടും. വരൂ, അവരെ പ്രോത്സാഹിപ്പിക്കൂ. അവരുടെ മത്സരം മാത്രമല്ല, ഇത് നമ്മുടെ അഭിമാനം കൂടെയാണ്. നാം അത്ലറ്റുകളെ മാത്രം സൃഷ്ടിക്കുന്നില്ല, സമൂഹ ബോധമുള്ള പൗരന്മാരെയാണ് നാം വളർത്തുന്നത്. ശക്തമായ വിദ്യാർത്ഥികൾ, ആത്മവിശ്വാസമുള്ള നേതാക്കൾ. ഇതാണ് വിദ്യാഭ്യാസം, ഇതാണ് ശാക്തീകരണം, ഇതാണ് കേരളം. ഇത് തുടക്കമാകട്ടെ.